ഹായ്, വെൽക്കം ബാക്ക്. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനൻസ് ആട്ടോ. ഓക്കെ, ഇപ്പൊ ഡിറ്റർമിനൻസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus 5y equal to 1 and 3x plus 2y equal to 7. സോൾവ് എന്ന് പറഞ്ഞാലേ ഇതിൽ ആ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. എക്സിനും വൈക്കും ഏതൊക്കെ സംഖ്യകൾ കൊടുത്താൽ ഇവിടെ നമുക്ക് 1 കിട്ടും, ഇവിടെ നമുക്ക് 7 കിട്ടും കേട്ടോ. ഇത് മെട്രിക്സ് മെത്തേഡിലാണ് സോൾവ് ചെയ്യുന്നത്. റെഡി? അപ്പൊ എന്താ ചെയ്യണ്ടേ? ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2x plus 5y equal to 1. അടുത്തതാരാ? 3x plus 2y equal to 7 അല്ലേ? അപ്പോ ഈ ഇക്വേഷനെ മെട്രിക്സിന്റെ രൂപത്തിലാക്കണം. എങ്ങനെയാടാ? ax ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്ക് മാറ്റണം അല്ലേ? ഈ എ എന്ന് പറഞ്ഞാൽ ആരാ? മെട്രിക്സ് എ എന്ന് പറഞ്ഞാല് ഇവിടെ എക്സും വൈയും ഉണ്ടല്ലോ, എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റുകളുടെ മെട്രിക്സ്. എങ്ങനെ എഴുതും? മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്ക്, ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ് കേട്ടോ. കോഎഫിഷ്യന്റുകൾ മാത്രം എടുക്കുക. 2 5 3 2. റെഡി? എക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയബിൾസിന്റെ സെറ്റ് കേട്ടോ. ഏതാ എക്സ്? ഇവിടെ എക്സും വൈയും അല്ലേ? എക്സും വൈയും, എക്സ് വൈ. ബി എന്ന് പറഞ്ഞാലേ ശ്രദ്ധിക്കുക, ഇക്വേഷന്റെ വലതു ഭാഗത്തേക്ക് നോക്കുക, അവിടെ രണ്ട് സംഖ്യകൾ ഉണ്ടാവും. ഏതാ? 1ഉം 7ഉം. റെഡി? നോക്കൂ മക്കളെ, ഈ രണ്ട് മെട്രിക്സും ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇയാളെ കിട്ടും അല്ലേ? ഇതെങ്ങനെ ഇൻറ്റു ചെയ്യാ? 2 into x 2x പ്ലസ് 5 into y 5y ഈക്വൽ ടു, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആരാ? 1. കണ്ടോ? 2x plus 5y equal to 1. അതുപോലെ 3x plus 2y equal to 7. യെസ്, അപ്പൊ ഇങ്ങനെ മെട്രിക്സ് മെത്തേഡിലേക്ക് മാറ്റിയെഴുതി കഴിഞ്ഞാൽ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എക്സ് ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ? ശ്രദ്ധിക്കുക, എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഡിറ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റ് എ കണ്ടുപിടിക്കണം. ഈ ഡിറ്റർമിനന്റ് ഓഫ് എ, അതായത് മെട്രിക്സ് എ സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക? ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക? ഇത് 2 ഇൻറ്റു ചെയ്യേ. 2 into 2 4 minus 5 into 3 15. 4 minus 15 ചെയ്താൽ എത്ര കിട്ടി? -11 ആണ് ഡിറ്റർമിനന്റ് അല്ലേ? അപ്പൊ ഡിറ്റ് എ എന്ന് പറയുന്നത് നമുക്ക് -11 കിട്ടി. എ എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണ്? നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലാർ മെട്രിക്സ്. നോൺ സിംഗുലാർ മെട്രിക്സ് എന്നാലേ ഡിറ്റ് എ നോട്ട് ഈക്വൽ ടു 0. അതിനാണ് നോൺ സിംഗുലാർ അല്ലെ? നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ എക്സിന്റെ വാല്യൂ എ ഇൻവേഴ്സ് ബി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോ എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/dta into adj a. 1/dta into adj. dta നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ? adj a എങ്ങനെ കണ്ടുപിടിക്കും? ഒരു 2x2 മെട്രിക്സ് ആണ് എങ്കിൽ adj a എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? യെസ്, 2x2 മെട്രിക്സ് ഞാൻ മെട്രിക്സ് ഒന്നുകൂടി ഇവിടെ എഴുതുന്നുണ്ട്. 2 5 3 2 അല്ലെ? ഇതിന്റെ അഡ്ജോയിന്റ് adj a നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? adj a കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാം. ഈ 2 ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഇവിടെ രണ്ടും 2 ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്താൽ തന്നെയാ 2 തന്നെ കേട്ടോ. യെസ്, ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ സൈൻ നിങ്ങൾ ചേഞ്ച് ചെയ്യാം. അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്, ഇപ്പോൾ രണ്ടിന്റെയും ചിഹ്നം മാറ്റുക. -5 -3. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. 2x2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് അഡ്ജോയിന്റ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക കേട്ടോ. ഈ രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ രണ്ടും 2 ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്താലും 2 തന്നെയാണ് കേട്ടോ. ഇനി നോൺ ഡയഗണൽ എലമെന്റ്സ് ഉണ്ടല്ലോ, ആ രണ്ട് എലമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ മാറ്റുക കേട്ടോ. യെസ്, അപ്പോ എ ഇൻവേഴ്സ് കിട്ടി. എക്സ് കണ്ടുപിടിക്കാൻ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സ് എന്നാൽ 1/dta -11 ഇൻറ്റു, യെസ്, എ ഇൻവേഴ്സ് എത്രയാ? 2 - 5 -3 2 ഇൻറ്റു ബി എത്രയാ മക്കളെ? 17 അല്ലേ? ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. റെഡി? എങ്ങനെ ചെയ്യും? -1/11 അവിടെ തന്നെ വെച്ചു. ഇത് 2x2 മെട്രിക്സ് ആണ്, ഇത് 2x1 മെട്രിക്സ് ആണ് അല്ലേ? ഇൻറ്റു ചെയ്താൽ മക്കളെ നമുക്ക് ഒരു 2x1 മെട്രിക്സ് കിട്ടും അല്ലേ? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ട് സെയിം അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടും ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 2x1 മെട്രിക്സ് കിട്ടും കേട്ടോ. എങ്ങനെ ചെയ്യണ്ടേ? 2 into 2 into 1 2 into 1 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 അല്ലേ?
2 into 1 ചെയ്താൽ 2. റെഡി? then -5 into 7 ചെയ്താലോ -35 അല്ലേ? അപ്പൊ 2 - 35 ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ആരെയാ -33. റെഡി? യെസ്. അതുപോലെ സെക്കൻഡ് റോനെ ഇൻറ്റു ചെയ്യേ -3 into 1 ചെയ്താൽ -3 ആണ്. പ്ലസ് 2 into 7 ചെയ്താൽ 14 -3 കിട്ടും 11. ഈ -1/11 കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യേ -33 into -1/11 ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആയി 33/11 കിട്ടി 3 അല്ലേ? -1/11 into 11 ചെയ്യുമ്പോൾ 11 കട്ട് ബാക്കി ആരുള്ളൂ -1. ഓക്കെ, അപ്പോ XY എന്ന് പറയുന്ന മെട്രിക്സ് എന്തിന് ഈക്വലാ? 3 - 1 ഈക്വൽ ആണ്. വാല്യൂ കിട്ടിയല്ലോ. എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും, വൈന്റെ വാല്യൂ -1 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് മെട്രിക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യേണ്ടത്. റെഡി? യെസ്. Yes, if A is equal to 1, 2, 3, 4, 2 matrix ആണ്. So that A into J equal to dit A into I. മക്കളെ ഇതൊരു റിലേഷൻ ആട്ടോ. ഓക്കെ, പഠിച്ചു വെക്കുക. ഇതിപ്പോ നമുക്ക് ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഷോ ദാറ്റ് ചെയ്താൽ മതി. യെസ്, അതല്ലാത്ത കേസിലും പഠിച്ചു വെക്കുക. A into Adj is equal to Adj A into A. This is equal to mod A into I. സോറി, mod അല്ല, dit A into I. അപ്പോ എ നമുക്കറിയാം അല്ലെ? അഡ്ജ് എ നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചോ, എ ഇൻറ്റു അഡ്ജ് എങ്ങനെ അടിയാ? A 1, 2, 3, 4 അല്ലെ? അഡ്ജ് എ എങ്ങനെ ചെയ്യും മക്കളെ? ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. എടാ ഇവിടെ 4 ഇവിടെ 1. ഇനി എന്ത് ചെയ്യണം? 2ഉം 3ഉം ആണ് നോൺ ഡയഗണൽ എലമെന്റ്സ്. അതിന്റെ ചിഹ്നം മാറ്റുക. ഇവിടെ -2 ഇവിടെ -3. എങ്ങനെ ഇൻറ്റു ചെയ്യും? യെസ്, 1 into 4 4 പ്ലസ് 2 into -3 -6 അല്ലെ? 4 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -2. റെഡി? 4 - 6 ചെയ്യുമ്പോൾ -2. റെഡി? യെസ്. അടുത്തത് 1 into -2 അല്ലെ? 2 into 1 plus 2 അല്ലെ? -2 plus 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0. സെക്കൻഡ് റോ എടുത്തേ 3 into 4 12 പ്ലസ് 4 into -3 -12 12 പ്ലസ് മൈനസ് എത്രയാ? 0. 3 into -2 -6 പ്ലസ് 4 into 1 പ്ലസ് 4 -6 പ്ലസ് 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അത് -2. റെഡി? അപ്പൊ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താ? -2 0 0 -2. ഓക്കെ, യെസ്. ഇനി LHSലേക്ക് വാ. ഡിറ്റ് എ ആദ്യം കണ്ടുപിടിക്കണം. എന്താ ഡിറ്റ് എ? 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 into 4 4 -2 into 3 6 ചെയ്താൽ എത്ര കിട്ടും? -2 കിട്ടും അല്ലെ? നോക്കടാ, ഡിറ്റ് എ ഇൻറ്റു ഐ, അതായത് -2 into I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സാ. മക്കളെ, ഒരു മെട്രിക്സിന്റെ കൂടെ ഒരു സംഖ്യ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിലേക്കും -2 മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. -2 0 0 -2. മക്കളെ രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം. അപ്പോ ഈ റിസൾട്ട് എല്ലാ മക്കളും നോട്ട് ചെയ്യാം കേട്ടോ. A into Adj is equal to Adj A into A equal to dit A into I. Ready? Yes. Solve the system of equations by matrix method. നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. അവിടെ എക്സും വൈയും സെറ്റും ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. യെസ്. Find the value of lambda. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, find the value of lambda. Find the value of lambda if A is equal to ഒരു 2/2 മെട്രിക്സ് ആണ്, is singular. എന്നാ മക്കളെ സിംഗുലാർ മെട്രിക്സിന്റെ അർത്ഥം ഡിറ്റ് എ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? ഡിറ്റ് എ 0 വരുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സിംഗുലാർ മെട്രിക്സ്. എടാ, ഈ മെട്രിക്സിന്റെ ഡിറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഡയഗണൽസിന്റെ 5 into lambda മൈനസ് 3 into 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? യെസ്, മൈനസ് ഓഫ് 5 into lambda 5 lambda minus 5 into -3 -15 is equal to 0 അല്ലേ? 0 എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ ഡിറ്റ് എ 0 ആണ് ഫോർ സിംഗുലാർ മെട്രിക്സ്. റെഡി? അപ്പൊ 5 lambda plus 15 നമുക്ക് 0 എന്ന് കിട്ടും. 5 lambda is equal to -15, lambda equal to -3. lambda equal to -3. Yes. Solve the system of equations വീണ്ടും. Yes. Find the value of x. ശ്രദ്ധിച്ചിരിക്കണേ, ഇവിടെ ഇത് മെട്രിക്സ് അല്ല കേട്ടോ. ഇവിടെ കണ്ടോ, ഇത് ഡിറ്റർമിനന്റ്. ഈ സിമ്പിൾ എന്തിന്റെ സിമ്പിളാ? ഡിറ്റർമിനന്റ് സിമ്പിൾ കേട്ടോ. ഓക്കെ, അപ്പോ മക്കളാരും അത് തെറ്റിക്കരുത്. ഇത് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഓഫ് 2 4 5 1 എന്തിന് ഈക്വൽ ആണ്? ഡിറ്റർമിനന്റ് ഓഫ് 2x 6 4 അല്ലെ? 2x
സോറി 2x 4 6x അല്ലെ, ഇതിന് ഈക്വൽ ആണ്. അപ്പൊ രണ്ടിന്റെയും ഡിറ്റർമിനൻസ് ഈക്വൽ ആണ്. എടാ ആദ്യത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2/2 എങ്ങനെ കണ്ടുപിടിക്കുക? 2 into 1 2 minus 5 into 4 എത്രയാ? 20 ഈക്വൽ ടു ഇവിടെ 2 into x 2x square അല്ലെ, 6 into 4 എത്ര കിട്ടും? -24. റെഡി? എത്ര കിട്ടി നമുക്ക്? 2 minus 20 എന്ന് പറഞ്ഞാൽ -18 -18 ഈക്വൽ ടു 2x square -24 അല്ലെ. നമുക്ക് എഴുതാം 2x square -24 plus 18 24 അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിലേക്ക് പോകണ്ടല്ലോ. -24 ഇങ്ങോട്ട് വന്നാൽ -18 plus 24 equal to 2x square അല്ലെ. യെസ്, ശ്രദ്ധിക്കാം. 24 minus 18 എത്രയാടാ? 6 equal to 2x square, x square equal to 3, x is equal to plus or minus root 3. റെഡി അല്ലേ? x is equal to plus or minus root 3. റെഡി? യെസ്. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി ഡിറ്റർമിനന്റ് ആണ്, രണ്ടിന്റെയും ഡിറ്റർമിനന്റ് സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക. യെസ്, 2 into 1 2 minus 5 into 4 20, 2 minus 20 നമുക്ക് -18 കിട്ടി. യെസ്, 2x into x 2x square, 6 into 4 24, രണ്ട് കുറയ്ക്കാം. റെഡി? -24 കൊണ്ട് എടുത്തു, -18 plus 24 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. റെഡി? ഇവിടെ 2x square അല്ലെ, 2 6 കട്ട് ചെയ്താൽ 3, x is equal to plus or minus root 3. റെഡി? യെസ്. നമ്മൾ പറഞ്ഞ റിസൾട്ട് കേട്ടോ. a into adj a equal to adj a into a, this is equal to dit a into i. Important ആണ്. യെസ്. യെസ്, ഓർഡർ ഓഫ് എ മെട്രിക്സ് A is 3/3. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3/3, സ്ക്വയർ മെട്രിക്സ്. എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് A എത്രയാണ് എന്നാ ചോദ്യം. ഇതും മക്കളെ ഒരു സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ്, പഠിക്കണേ. ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് A എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചോ. dit A whole raised to n minus 1, where n is the order of the matrix. Okay? Yes. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് A എന്തിന് ഈക്വൽ ആണ്? dit A whole raised to n minus 1. സി മക്കളെ ഇവിടെ നോക്ക്, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് A കണ്ടുപിടിക്കാനാ ചോദ്യം. dit A whole raised to n, ഇവിടെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എത്രയാണ്? 3 അല്ലേ. സോ n 3 കൊടുത്താൽ 3 minus 1 കിട്ടും? dit A whole square കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 കൊളീനിയർ പോയിന്റ്സ്. എടാ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ 3 പോയിന്റ്സ് ഡിഫറെന്റ് നിൽക്കണ്ടേ അല്ലേ. സി എല്ലാ പോയിന്റ്സും ഒരേ ലൈനിലാണ് കിടക്കുന്നെങ്കിൽ സി സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിലാണ് നമ്മൾ കൊളീനിയർ പോയിന്റ്സ് വിളിക്കാം. കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അവിടെ ട്രയാങ്കിൾ ഏരിയ എത്രയാണ്? 0. Yes, if A is equal to 3 1 minus 1 2, show that A square minus 5A plus 7A equal to 0. ഇത് മെട്രിക്സിസ് എന്നുള്ള ചോദ്യമാണ്, നമ്മൾ മെട്രിക്സിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. മക്കളെ നമുക്ക് ട്രയാങ്കിൾ തന്നിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും യൂസിങ് ഡിറ്റർമിനന്റ്സ്. x1 y1, x2 y2, x3 y3 അല്ലേ. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? Area is equal to 1/2 determinant x1 y1 1, x2 y2 1, x3 y3 1. റെഡി? യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിപ്പോ ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ സെയിം സംഗതി തന്നെ അവിടെ ഈ ഏരിയന്റെ ആൻസർ എന്ത് കൊടുക്കണം? നിങ്ങൾ 0 കൊടുത്ത് ചെയ്താൽ മതി. ഏരിയ is equal to 0. കാരണം നമുക്ക് 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ അത് ലൈനായില്ലേ അല്ലേ. 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടില്ല. ട്രയാങ്കിൾ ഏരിയ എന്താ? 0. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്നത് എന്തിന്റെ ഇക്വേഷനാ? സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ശ്രദ്ധിക്കുക, സെയിം ഇക്വേഷൻ കൊടുക്കുക. ഈ ഏരിയന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? നിങ്ങൾ 0 കൊടുക്കുക കേട്ടോ. ആ 1/2 എഴുതണമെന്നില്ല. റെഡി? യെസ്. അപ്പൊ ഇവിടെ ഏരിയ is equal to ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക. ഏരിയ is equal to 1/2. x1 ആരാ മക്കളെ? 1, y1 0 1, 6 0 1, 4 3 1. സോൾവ് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യണ്ടേ? 1/2 ഇൻറ്റു ഓക്കെ 1ന്റെ മൈനർ എടുക്കുക. ആരാ? 0 1 3 1 -0 ഇൻറ്റു അതിന്റെ മൈനർ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? 0 ഇൻറ്റു ആ മൈനർ വാല്യൂ മൊത്തം എന്തായാലും 0 ആയിട്ട് പോകും കേട്ടോ. അത് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. +1 ഇൻറ്റു 1 വരുന്ന റോയും കോളം ഒഴിവാക്ക്. നമുക്ക് ആരെ കിട്ടും? 6 0 4 3.
6043. Ready? Yes. So 1/2 into 1/2 into ശ്രദ്ധിക്കുക. Yes. 1 into മക്കളെ എങ്ങനെ ചെയ്യും? 0 into 1 0 minus 3 into 1 3 അല്ലേ? മൈനസ് 0 ആണല്ലോ. പ്ലസ് 1 into എത്ര ചെയ്യടാ? 18 minus 0. റെഡി? എത്ര കിട്ടും മക്കളെ? 1/2 0 minus 3 minus 3 പ്ലസ് 18 ചെയ്താൽ നമുക്ക് ഇവിടെ 15 കിട്ടും. 15/2 സ്ക്വയർ യൂണിറ്റ്സിന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. 0131 0 ഞാൻ എടുത്തിട്ടില്ല. യെസ്. 6043. റെഡി? 0 minus 3 minus 3 അവിടെ 18 minus 0 18 18 minus 1 15 പുറത്ത് 1/2 ഉണ്ട്. 15/2 സ്ക്വയർ യൂണിറ്റ്സ്. യെസ്. ശ്രദ്ധിക്കുക. If A is equal to അല്ലെ ഡിറ്റ് എ നമുക്ക് തന്നിട്ടുണ്ട് 5. റെഡി? എ എന്ന് പറയുന്നത് എന്ത് മെട്രിക്സാ? 3/3 മെട്രിക്സാ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് 2A കണ്ടുപിടിക്കണം. ഇതും റിസൾട്ടാ കേട്ടോ. ഓൾറെഡി നമ്മൾ 2 റിസൾട്ട് പറഞ്ഞു. ഒന്ന് ഇത് ഇമ്പോർട്ടന്റ്, A into adj into A is equal to ഡിറ്റ് into I. അടുത്ത റിസൾട്ട് എന്തായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് adj is equal to ഡിറ്റർമിനന്റ് ഓഫ് adj is equal to ഡിറ്റ് A all raised to n minus 1. അതുപോലെ പഠിക്കേണ്ട ആളാണ്. ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക k raised to n into ഡിറ്റ് എ. എന്താ റിസൾട്ട്? ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു k raised to n into ഡിറ്റ് എ. ഈ n എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്താണ്? മെട്രിക്സിന്റെ ഓർഡർ ആണ് കേട്ടോ. അപ്പോ ഡിറ്റർമിനന്റ് ഓഫ് 2A കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക മക്കൾ, ഇവിടെ K2 ആണ്. 2 raised to n into ഡിറ്റ് എ ആണ്. 2 raised to n ആരാടാ? n ഇവിടെ എത്രയാ? n 3 ആണ്. 2 raised to 3 into ഡിറ്റ് എ എത്രയാ മക്കളെ? ഡിറ്റ് എ നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റ് എ എത്രയാണ്? 5 അല്ലേ? കൊടുക്കുക. യെസ്. 2 cube 2 into 2 4 4 into 2 8 8 into 5 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 40. യെസ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ കണ്ടുപിടിക്കാൻ അറിയാലോ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/ഡിറ്റ് എ into adj. Yes. If the vertices of triangle ABC are x1, y1, x2, y2, x3, y3. അല്ലേ? If the area of triangle ABC is 10 square units. എത്രയാണ്? 10 square units. Then area of triangle whose vertices are x plus 1, 2, y1, x2 plus 2, y2, x3 plus 2, y3. കേട്ടോ? ഓക്കെ? യെസ്. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1, x2 y2 1, x3 y3 1 അല്ലേ? 1/2 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ എത്ര നമുക്ക് കിട്ടിയേ? 10. റെഡി? ഓക്കെ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളേ? Then area of triangle with vertices. അടുത്ത vertices ഉള്ള ട്രയാങ്കിൾ കണ്ടുപിടിച്ചല്ലോ. ഇവിടെ നോക്കിയേ 1/2 ഓൾറെഡി ഉണ്ട്. എന്താ ചെയ്യണ്ടേ? ആദ്യം x കോർഡിനേറ്റ് ചെയ്ത് ഇവിടുത്തെ x കോർഡിനേറ്റ് ആരാ? x1 plus 2 അല്ലേ? y കോർഡിനേറ്റ് ആരാ? y1. മൂന്നാമത്തെ കോളത്തിൽ 1 അല്ലേ? രണ്ടാമത്തെ കോർഡിനേറ്റ്സ് x2 plus 2 y2. ഇവിടെ നമുക്ക് ഇത് 1. x3 plus 2 അല്ലേ? y3 1. റെഡി? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ കോളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1/2 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1/2 കോമൺ ആണ്. 1/2 ശ്രദ്ധിക്കുക. x1 y1 1, x2 y2 1, x3 y3 1 പ്ലസ് ഇതൊരു ഡിറ്റർമിനന്റ് പ്ലസ് ആ കോളത്തിനെ സ്പ്ലിറ്റ് ചെയ്താൽ മക്കളെ നോക്കടാ 2y1 1, 2y2 1, 2y3 1. റെഡി അല്ലേ? യെസ്. അപ്പോ ഈ ഡിറ്റർമിനന്റിനെ, ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. കാരണം എന്താ? ഇതില് ഒരു കോളത്തിൽ 2 ടേംസിന്റെ സം ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോളം ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. റെഡി? നോക്കൂ. ഈ കോളത്തിൽ നോക്കിയേ എല്ലാ ടേംസും സെയിം അല്ലേ? 2 2 2 കോമൺ അല്ലേ? ആ 2നെ ഞാൻ പുറത്തെടുത്താൽ മക്കളെ എന്ത് സംഭവിക്കും? ആ 2നെ ഞാൻ പുറത്തെടുത്താൽ ശ്രദ്ധിക്കുക 2നെ ഞാൻ പുറത്തെടുത്താൽ ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. റെഡിയാണോ? ഓക്കെ മക്കളെ, ഇതിന്റെ ഏരിയ എത്ര വരും? ഇതിന്റെ വാല്യൂ എത്ര വരും?
ഒരു ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് റോയോ ഏതെങ്കിലും രണ്ട് കോളമോ തുല്യമായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ് മക്കളെ? 0 അല്ലെ? അപ്പൊ ബാക്കി ആരുണ്ടാവുള്ളൂ? 1/2 ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം, 10 ആണ്. ഇവിടെ ആൻസർ എത്ര തന്നെയാണ്? 10. റെഡി? ഓക്കെ, ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിലീറ്റഡ് ആണ്, ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. റെഡി? യെസ്. Solve the following system of equations matrix method. Again, coefficient in a matrix എഴുതുക, unknown matrix x എഴുതുക, is equal to b എഴുതുക കേട്ടോ. x എന്ന് കണ്ടുപിടിക്കുക, a inverse into b. ഓക്കെ, ചെയ്യണം. Again, if a is a matrix, then determinant of adj. എടാ, ഡിറ്റർമിനന്റ് ഓഫ് adj a കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡിറ്റ് എ ഹോൾ റേസ് ടു n - 1. മക്കളെ, ഇവിടെ മെട്രിക്സ് എയുടെ ഓർഡർ തന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ മെട്രിക്സ് എന്റെ ഓർഡർ 3 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കും? 3 - 1 ചെയ്യുമ്പോൾ ഡിറ്റ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. റെഡി? യെസ്. മെട്രിക്സ് എയുടെ ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. യെസ്. ഇഫ് എ ഇസ് ഈക്വൽ ടു 2/2 മെട്രിക്സ് 1 2 4 - 1, show that determinant of 2a is equal to 4 times dt a. കേട്ടോ മക്കളെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഡിറ്റർമിനന്റ് ഈ എ വാല്യൂ ഉപയോഗിച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? യെസ്, ശ്രദ്ധിക്കുക. ഇപ്പൊ മെട്രിക്സ് എ നിങ്ങൾക്ക് അറിയാം. അപ്പോ എങ്ങനെയാണ് 2a കണ്ടുപിടിക്കുക? എല്ലാ ടേംസിനും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഇറ്റ് ചെയ്യുക. റെഡി? അപ്പൊ നിങ്ങൾക്ക് 2a കിട്ടിയില്ലേ? എങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് 2a കണ്ടുപിടിക്കും? മക്കളെ, ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡയഗണൽ എലമെന്റ്സ് ഇൻറ്റു ചെയ്യുക, നോൺ ഡയഗണൽ എലമെന്റ്സ് ഇൻറ്റു ചെയ്യുക, ഡിഫറൻസ് കാണും. റെഡി? അപ്പൊ 2a നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. റെഡി? യെസ്. ഇനി ഫോർ ഡിറ്റർമിനന്റ് എ അല്ലേ, ഇതിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആണോ ചെക്ക് ചെയ്താൽ മതി അല്ലേ. ആദ്യം മെട്രിക്സ് എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. ആ കിട്ടിയ വാല്യൂന്റെ കൂടെ 4 ഇൻറ്റു ചെയ്യുക. ഈ രണ്ട് സംഗതി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഡി? ഇത്രയും ഉറപ്പോടുകൂടി പറയാൻ കാരണം ഇത് നമുക്ക് പഠിക്കേണ്ട റിലേഷൻ ആട്ടോ. എങ്ങനെ പഠിക്കണ്ടേ? ഇവിടെ നോക്കിക്കോ. ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്താ റിസൾട്ട്? കെ റേസ് ടു n ഇൻറ്റു ഡിറ്റി എ. റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് 2a ചെയ്യാൻ ശ്രദ്ധിക്കുക. കെയുടെ വാല്യൂ ഇവിടെ എത്രയാ? 2 അല്ലേ. 2 റേസ് ടു n ഇൻറ്റു ഡിറ്റി എ അല്ലേ. ശ്രദ്ധിക്കുക, 2 റേസ് ടു n എത്രയാ മക്കളെ? ഈ മെട്രിക്സിന്റെ ഓർഡർ 2/2 മെട്രിക്സ് ആണല്ലോ. 2/2 മെട്രിക്സ് ആണെങ്കിൽ n ന്റെ വാല്യൂ 2 ആണ്. n ന്റെ വാല്യൂ 2 ആണ്. 2 സ്ക്വയർ ഡിറ്റി എ, ദാറ്റ് ഈസ് 4 ടൈംസ് ഡിറ്റി എ. അത് തന്നെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? യെസ്. അപ്പൊ ഇൻ കേസ് ഈ മെട്രിക്സ് തരാതെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സോൾവ് ചെയ്യാം കേട്ടോ. നമുക്ക് മെട്രിക്സ് എ തരാതെ, ഇപ്പൊ മെട്രിക്സ് എ 1 2 4 - 1 അവിടെ തന്നിട്ടുണ്ടല്ലോ, അത് തരാതെ ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2a is equal to 4 ടൈംസ് ഡിറ്റി എ എന്നാണ് ചോദ്യമെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യാം കേട്ടോ. ഇത് ചിലപ്പോൾ കത്താൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇത് സോൾവ് ചെയ്തത് കേട്ടോ. യെസ്, മറ്റേത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ മെട്രിക്സ് എ. മെട്രിക്സ് എ തന്നിട്ടുണ്ട്. മെട്രിക്സ് എ ആരാ? ഇതാ ഇവിടെ 4 3 2 1 p0 1 q2 അല്ലേ. ആൻഡ് adj തന്നിട്ടുണ്ട് കേട്ടോ. adj നോക്കിയേ, 4 - 4 6, 6ന്റെ വാല്യൂ അറിയില്ല. -2 6 2 -1 s2 അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് എ ഇൻറ്റു adj കണ്ടുപിടിക്കണം, അതുപോലെ ഡിറ്റി എ കണ്ടുപിടിക്കണം, and find the value of p q r and s, hence find a inverse. ശ്രദ്ധിക്കട്ടോ, നമ്മുടെ റിസൾട്ട് എന്താ? a ഇൻറ്റു adj a ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ആൻസർ കിട്ടുന്നത് എന്താ? ഡിറ്റ് എ ഇൻറ്റു ഐ ആ. ഡിറ്റ് എ ഇൻറ്റു ഐ അല്ലേ. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണല്ലോ. അപ്പൊ ഞാൻ ഒരു ഭാഗം സോൾവ് ചെയ്യണേ, ശ്രദ്ധിച്ചോ. a ഇൻറ്റു adj സോൾവ് ചെയ്യാട്ടോ, ശ്രദ്ധിച്ചോ. a ഇൻറ്റു adj a ഇൻറ്റു adj a. മെട്രിക്സ് എ എഴുതി. 4 3 2 1 p0 1 q2. adj a എങ്ങനെ എഴുതാ? 4 - 4 6 -2 6 2 -1 s2 അല്ലേ. അപ്പോ ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം. എങ്ങനെ ചെയ്യണ്ടേ? ഇതും 3/3 മെട്രിക്സ് ആണ്, ഇതും 3/3 മെട്രിക്സ് ആണ്. ഓർഡർ സെയിം ആണെങ്കിൽ മെട്രിക്സ് ഇൻറ്റു ചെയ്യാലോ, അല്ലെങ്കിൽ ഇതാ 3 3 ഈക്വൽ ആട്ടോ. യെസ്, ഇപ്പൊ 3/3 മെട്രിക്സ് നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ ചെയ്യണ്ടേ? ഫസ്റ്റ് റോ അല്ലേ, റോ ഇൻറ്റു കോളം. എപ്പോഴും ചിന്തിക്കുക, ആദ്യത്തെ മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവുമാണ് ഇൻറ്റു ചെയ്യേണ്ടത്.
റെഡി? അപ്പൊ റോ ഇൻറ്റു കോളം നോക്കണം. 4 into 4 എത്ര കിട്ടും? 16. 3 into -2 എത്ര കിട്ടും? -6 അല്ലേ? 2 into -1 എത്ര കിട്ടും മക്കളെ? -2 അല്ലേ? 16 - 6 8. 10 10 - 2 എത്ര കിട്ടും നമുക്ക്? 8 അല്ലേ? അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഞാൻ എഴുതി 8. യെസ്. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യേ. നമുക്ക് 4 into -4 -6. 3 into 6 +18. 2 into s 2s അല്ലേ? അപ്പൊ 18 - 16 2 + 2s കിട്ടും. 2 + 2s കിട്ടും. റെഡി? യെസ്. അടുത്ത റോയും ഫസ്റ്റ് റോയും തേർഡ് കോളം ഇൻറ്റു ചെയ്തേ. ഫസ്റ്റ് റോയും തേർഡ് കോളം. ഫസ്റ്റ് റോ 4 into 6 4r. 3 into 2 6. 2 into 2 again 4 അല്ലേ? 4r + 6 + 4 എത്ര കിട്ടും? 4r + 10 എന്ന് കിട്ടും. റെഡി? 4r + 10 കിട്ടും. യെസ്. അപ്പൊ ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. സെക്കൻഡ് റോയിലേക്ക് മെല്ലെ കിടക്കുക. ആകെ ഒരു ആശ്വാസം, അവിടെ ഒരു 0 ഉണ്ട് കേട്ടാ. പെട്ടെന്ന് പരിപാടി കഴിയും. നോക്കിക്കോ. 1 into 4 4 അല്ലേ? p into -p -2p. 0 into -1 0 കേട്ടോ. അപ്പൊ എന്ത് കിട്ടി അവിടെ? 4 - 2p എന്ന് കിട്ടി. 1 into 4 4 p into -2 -2. യെസ്. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 1 into -4 -4. p into 6 6p. മക്കളെ 0 into s 0 അല്ലേ? അപ്പൊ അവിടെ എന്ത് കിട്ടി? 6p - 4 എന്ന് കിട്ടി. 6p - 4 എന്ന് കിട്ടി. റെഡി? സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. സെക്കൻഡ് റോയിൽ ആരാ ഉള്ളത്? 1 into r 6. p into 2 2p അല്ലേ? 0 into 2 0. അപ്പൊ എന്ത് കിട്ടി? 2p + r എന്ന് കിട്ടി. 2p + r എന്ന് കിട്ടി കേട്ടോ. യെസ്. തേർഡ് റോ എന്ത് ചെയ്തോ? തേർഡ് റോയും ഫസ്റ്റ് കോളം ഇൻറ്റു ചെയ്യേ. തേർഡ് റോ 1 into 4 4. q into -2 -2q. 2 into -1 -2 അല്ലേ? 4 -2q -2 4 - 2 എത്ര കിട്ടും? 2 -2q 2 -2q. റെഡി? മൈനസ് ഉണ്ടേ. -2q. യെസ്. അടുത്തത് 1 into -4 again -4. q into 6 6q അല്ലേ? 2 into s നമുക്ക് എന്ത് കിട്ടും? 2s കിട്ടും. റെഡി? -4 6q 2s അല്ലേ? -4 6q 2s. q ആണ് 6q 2s. മാറ്റിയതാ. -4 6q 2s. യെസ്. ലാസ്റ്റ് എലമെന്റ് 1 into r 2 into q 2q. 2 into 2 4 കേട്ടോ. അപ്പൊ എന്താ കിട്ടി? r + 2q + 4 കേട്ടോ. ഇതാണ് ആര്? a into adj. റെഡി? മക്കളെ a into adj എന്തിന് ഈക്വൽ ആയിരിക്കും? adj a into a ക്ക് ഈക്വൽ ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിക്റ്റ് a into i ക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഡിക്റ്റ് a കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഏകദേശം സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ a into adj ഇവിടെ മാറ്റി ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവിടെ മാറ്റി ചെയ്യുന്നുണ്ട്. 8 2 + 2s 4r + 10 അല്ലേ? 4 - 2p 6p - 4 2p + r 2 - 2q -4 + 6q + 2s r + 2q + 4 യെസ്. ഡിക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? യെസ്. ഡിറ്റർമിനന്റ് a 3/3 മെട്രിക്സ് അല്ലേ? എടുത്തോ. ഫസ്റ്റ് റോയിലങ്ങ് എക്സ്പാൻഡ് ചെയ്തോ. യെസ്. ഡിക്റ്റ് a is equal to 4 into 4 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ 4ന്റെ മൈനറിന് കിട്ടും p0 q2. -3 into 3 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ 3യുടെ മൈനറായ 1012 കിട്ടും. 1012 അല്ലേ? +2 into 2 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ 2ന്റെ മൈനർ 1p 1q കിട്ടും അല്ലേ? ചെയ്യാലോ. 4 into എങ്ങനെ ചെയ്യണം? 2p -0 അല്ലേ? -3 into 1 to 2 -0 അല്ലേ? +2 into q - p. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തേ. 4 into 2p 8p. ഇത് 0 മൈൻഡ് ചെയ്യണോ? വേണ്ട. 2 - 0 2 -3 into 2 -6 again 2q - 2p. എടാ 8p ഇവിടെ ഉണ്ട് -2p ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര കിട്ടി? 6p - 6 + 2q. ഓക്കെ? 6p - 6 + 2q. ഇതാണ് ഡിക്റ്റ്. റെഡി? അപ്പൊ ഡിക്റ്റ് ഞാനോട് കൊടുക്കുന്നു. 6p - 6 2q. യെസ്.
ശ്രദ്ധിക്കുക. അപ്പോ എ ഇൻറ്റു അഡ്ജ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡിറ്റ് എ ഇൻറ്റു ഐ. ഐ എന്ന് പറഞ്ഞാൽ ഇത് ഒരു 3x3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 3x3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കേട്ടോ. ഇപ്പൊ എങ്ങനെ എഴുതണ്ടേ? യെസ്, ഞാനിവിടെ എക്സ്പാൻഡ് റിസൾട്ട് ഞാനിവിടെ എഴുതാം. യെസ്, റിസൾട്ട് ഞാനിവിടെ എഴുതാം. എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഐ. എ ഇൻറ്റു അഡ്ജ് നമ്മൾ കണ്ടുപിടിച്ചതാ 8 2 പ്ലസ് എസ് 4r പ്ലസ് 10 അല്ലേ? 4 മൈനസ് 2p 6p മൈനസ് 4 2p പ്ലസ് r 2 മൈനസ് 2q മൈനസ് 4 പ്ലസ് 6q പ്ലസ് 2s r പ്ലസ് 2q പ്ലസ് 4 കേട്ടോ. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡിറ്റ് എ ഇൻറ്റു ഐ. എടാ ഐ എന്ന് പറഞ്ഞാൽ എന്ത് മെട്രിക്സാ? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? 1 0 0 0 1 0 0 0 1 അല്ലേ? അതിന്റെ കൂടെ ഡിറ്റ് എ ഇൻറ്റു ചെയ്താൽ മക്കളെ ഫസ്റ്റ് ടേം എന്ത് വരും? ഫസ്റ്റ് ടേം 1 അല്ലേ? 1ന്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അവിടെ 6p മൈനസ് 6 പ്ലസ് 2q അല്ലേ? ഇത് 0 ഇത് 0. റെഡി? യെസ്, ഡിറ്റ് എ ഇൻറ്റു ഐ ചെയ്തു കേട്ടോ. യെസ്, ഇത് 0, അടുത്ത എലിമെന്റ് അടുത്ത ഡയഗണൽ എലിമെന്റ് നമുക്ക് ഇവിടെ 2q കിട്ടും. 0 0 ലാസ്റ്റ് എന്ത് കിട്ടും? 6p മൈനസ് 6 പ്ലസ് 2q കിട്ടും. റെഡി? അപ്പോ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടിന്റെയും ഓർഡർ സെയിം അല്ലേ? യെസ്, ബാക്കിയുള്ള എലമെന്റുകളെല്ലാം ഇക്വേറ്റ് ചെയ്യാലോ. യെസ്, നോക്കടാ, ഇവിടെ 2 പ്ലസ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? 0ക്ക് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. 2 പ്ലസ് എസ് 0ക്ക് ഈക്വൽ ആണെങ്കിൽ എസ് എന്ത് കിട്ടി? -2. എസ് കിട്ടി -2. എസ് -2. റെഡി? അടുത്തത് ഇക്വേറ്റ് ചെയ്തേ. ശ്രദ്ധിക്കേ, 4r പ്ലസ് 10 0ക്ക് ഈക്വൽ ആണെങ്കിൽ മക്കളെ അവിടുന്ന് r കിട്ടും. 4r പ്ലസ് 10 ഈക്വൽ ടു 0 ആണെങ്കിൽ ശ്രദ്ധിക്കുക, 4r നമുക്ക് 10 r സോറി -10 10 എന്ത് കിട്ടും? സോറി r എന്ത് കിട്ടും? -10/4 കിട്ടും. നമുക്ക് കട്ട് ചെയ്താൽ -5/2. റെഡി? അപ്പൊ r വാല്യൂ കിട്ടിയ എത്ര? -5/2. റെഡി? യെസ്. ഇനി ശ്രദ്ധിക്കാം, 4 minus 2p 4 minus 2p 4 minus 2p ശ്രദ്ധിക്കുക. ആരാ 4 minus 2p? 4 minus 2p 0 ആണ്. 4 minus 2p 0 ആണ്. That is 4 equal to 2p. p എന്ത് കിട്ടും മക്കളെ? 4/2 ചെയ്താൽ p2. p എന്ത് കിട്ടി? p2. റെഡി? യെസ്. അപ്പോ p ആയി, r ആയി, s ആയി. ഇനി q കൂടി കിട്ടണ്ടേ? 2 minus 2q എന്തിന് ഈക്വലാ? 0ക്ക് ഈക്വലാ. 2 minus 2q എന്തിന് ഈക്വലാ? 0ക്ക് ഈക്വൽ കേട്ടോ. അപ്പൊ 2 is equal to 2q, q is equal to 1. കിട്ടിയോ? അപ്പൊ നമുക്ക് q നമുക്ക് 1 കിട്ടി, p നമുക്ക് 2 കിട്ടി, s നമുക്ക് -2 കിട്ടി, r 5/2 കിട്ടി അല്ലേ? ഒന്നുകൂടി ചെക്ക് ചെയ്യണം. യെസ്, വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു എലമെന്റ് എടുത്തേ. 2p പ്ലസ് r 2p പ്ലസ് r 2p പ്ലസ് r എന്തിന് ഈക്വലാ? 0ക്ക് ഈക്വലാ. 2p പ്ലസ് r എന്തിന് ഈക്വലാ? 0ക്ക് ഈക്വലാ അല്ലേ? p യുടെ വാല്യൂ അറിയാലോ മക്കളെ. p യുടെ വാല്യൂ 2 ആട്ടോ. 2 × 2 4 പ്ലസ് r ഈക്വൽ ടു 0. r ന്റെ വാല്യൂ -4 ആട്ടോ. r ന്റെ വാല്യൂ -4 ആണേ. യെസ്. അപ്പോ p കിട്ടി, q കിട്ടി, s കിട്ടി, r കിട്ടി. ഓക്കെ, യെസ്. അപ്പോ എന്ത് ചെയ്യുക? p q r s അവിടെ വാല്യൂസ് കൊടുക്കുക. ഇനി a ഇൻറ്റു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഡിറ്റ് എ കിട്ടുന്നുള്ള കാര്യത്തിൽ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. യെസ്, ഡിറ്റ് എ ഇൻറ്റു ഐ കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല. എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഓൾറെഡി നമ്മൾ ആരെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡിറ്റ് എനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അഡ്ജ് എ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. റെഡി? ആ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം മതി. 1/ഡിറ്റ് എ ഇൻറ്റു അഡ്ജ് എ. ഇഫ് എ is a matrix of order 2, k is any scalar such that determinant of ka is equal to 64 ഡിറ്റ് എ അല്ലേ? അല്ലേ? Then which of the following is the value of k? k യുടെ വാല്യൂ എത്രയാണ്? എടാ ഈ ഇക്വേഷൻ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് കെ എ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? k raised to n into ഡിറ്റ് എ എന്നല്ലേ? k raised to n into ഡിറ്റ് എ എന്നല്ലേ? ശ്രദ്ധിക്കേ, ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എത്രയാ? ഓർഡർ 2 അല്ലേ? അപ്പൊ അതായത് k² ഇൻറ്റു ഡിറ്റ് എ. മക്കളെ k² വാല്യൂ 64. k² വാല്യൂ ആണ് 64. അപ്പൊ k² 64 ആണ്. ഈ k യുടെ വാല്യൂ എത്രയാ? 8. അടുത്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ k0 5 0 0 1 0 is 0 square units. ഫൈൻഡ് k കേട്ടോ. 10 ആണോ സംശയമുണ്ട് കേട്ടോ. അപ്പോ എത്ര ആയിക്കോട്ടെ, ഏരിയ എത്ര ആയിക്കോട്ടെ, ഏരിയ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 1/2 x1 y1 z1. x1 ആരാ മക്കളെ ഇവിടെ? k0 1. അടുത്ത പോയിന്റ് 5 0 1. അടുത്ത പോയിന്റ് 0 1 1 അല്ലേ? ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക. നിങ്ങൾ ആരുടെ വാല്യൂ കണ്ടുപിടിക്കുക?
k യുടെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. യെസ്, if A is a 2x2 matrix, again determinant of adj ആണ് ചോദിക്കുന്നത് കേട്ടോ. ഡിറ്റർമിനന്റ് of adj എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? dit A whole raised to n minus 1, dit A whole raised to n minus 1. റെഡി? യെസ്, dit A ന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 5. മക്കളെ n എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് 2 അല്ലേ? 2 minus 1 കൊടുത്താൽ 5 raised to 1 equal to 5 കേട്ടോ. ആൻസർ ഓപ്ഷൻ എ. യെസ്, let A be a square matrix of order 2x2, determinant of Ka ഇഷ്ടം പോലെ തവണ പറഞ്ഞോട്ടോ, k square dit A. Consistency of the system of equations അതെങ്ങനെ ചെയ്യണ്ടേ? യെസ്, ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലേ, ax ഈക്വൽ ടു b എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം അല്ലേ? യെസ്, അപ്പോ എങ്ങനെ മാറ്റൂടാ? 5 3 2 6 അല്ലേ? x എന്ത് കിട്ടും? ഇത് മെട്രിക്സ് എ. എക്സ് എന്ത് കിട്ടും? എക്സ് വൈ എ. ബി എന്ത് കിട്ടും മക്കളെ? 5 8. റെഡി? എങ്ങനെ നമ്മൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണ്ടേ? നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? ഡിറ്റ് എയുടെ വാല്യൂ ചെക്ക് ചെയ്യണം കേട്ടോ. ഡിറ്റ് എന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. ഡിറ്റ് എന്റെ വാല്യൂ എത്ര വരും ഇവിടെ? 5 × 6 30 മൈനസ് 2 × 3 എത്രയാ? 6. നമുക്ക് ആൻസർ കിട്ടും 24. ഡിറ്റ് എ നോട്ട് ഈക്വൽ ടു 0 അല്ലേ? നോൺ സിംഗുലാർ അല്ലേ? നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെ പറയണ്ടേ? ഇറ്റ് പോസസ് യൂണിക് സൊല്യൂഷൻ. നമുക്ക് സോൾവ് ചെയ്താൽ എക്സിനും വൈക്കും സെഡിനും കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? യൂണിക് സൊല്യൂഷൻ കിട്ടും. റെഡി? ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത്രയും മതി. ഇനി ഡിറ്റ് എ നമുക്ക് 0 ആണ് കിട്ടുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഡിറ്റ് എ 0 ആണെങ്കിൽ മക്കളെ നമ്മൾ അഡ്ജ് എ ഇൻറ്റു ബി ചെയ്യണം. അഡ്ജ് എ ഇൻറ്റു ബി ചെയ്യണം. അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെന്തില്ല? സൊല്യൂഷൻ ഇല്ല. ഇതിനെന്തില്ല? ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഇല്ല. അഡ്ജ് എ ഇൻറ്റു ബി ശ്രദ്ധിക്കുക, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇപ്പൊ സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. യുണീക്ക് ആയിരിക്കില്ല. യുണീക്ക് ആവണമെങ്കിൽ ശ്രദ്ധിക്കുക, യുണീക്ക് നല്ല കൃത്യമായിട്ട് ഒരൊറ്റ വാല്യൂ, എക്സിന് ഒരു വാല്യൂ വൈക്ക് ഒരു വാല്യൂ, അങ്ങനെ കിട്ടണമെങ്കിൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം കേട്ടോ. നോൺ സിംഗുലർ ആയിരിക്കണം. യെസ്, എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സസ് ഓഫ് ഓർഡർ 3 സച്ച് ദാറ്റ് ഡിറ്റ് എ തന്നിട്ടുണ്ട്, ഡിറ്റ് ബി തന്നിട്ടുണ്ട്, then the determinant of 3 times AB ഇത് കണ്ടുപിടിക്കണം. റെഡി മക്കളെ? 2-3 റിലേഷൻസ് യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയേ, ഡിറ്റർമിനന്റ് ഓഫ് കെ എ എങ്ങനെ ചെയ്യണ്ടേ? k raised to n into dt അല്ലേ? ആ റിസൾട്ട് വെച്ചിട്ട് ഇവിടെ നോക്കിയേ, ഡിറ്റർമിനന്റ് ഓഫ് 3AB എങ്ങനെ കണ്ടുപിടിക്കും? 3 raised to n ഡിറ്റർമിനന്റ് ഓഫ് AB. a into b ചെയ്താൽ നമുക്കൊരു മെട്രിക്സ് കിട്ടുമല്ലോ, അതാണ് മെട്രിക്സ് AB കേട്ടോ. 3 raised to n മക്കളെ എവിടെ പറ? ഇവിടെ n ആരടാ? ഈസ് ഓർഡർ ഓഫ് 3 അല്ലേ? എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സസ് ഓഫ് ഓർഡർ ഓഫ് 3. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3/3 മെട്രിക്സ് ആണ്. സോ n is 3 അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് എ ബിനെ നമ്മൾ എങ്ങനെ മാറ്റി ചെയ്തും? ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി അല്ലേ? കിട്ടി 3³ ഇൻറ്റു ഡിറ്റ് എ -1 ഡിറ്റ് ബി 3 അല്ലേ? എത്ര കിട്ടി? 3³ ഇൻറ്റു 3 81, പുറത്തൊരു മൈനസ് ഉണ്ട്, -81. ഓപ്ഷൻ സി. യെസ്, ലെറ്റ് എ ഇസ് ഈക്വൽ ടു, ബുദ്ധിമുട്ടില്ലല്ലോ, സിംഗുലർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണം? ഡിറ്റ് എയുടെ വാല്യൂ ചെക്ക് ചെയ്യണം. അഡ്ജ് കണ്ടുപിടിക്കാറില്ലേ? ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. റെഡി? മൈനസ് കണ്ടുപിടിച്ചതിന് ശേഷം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. എങ്ങനെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണ്ടേ? സി, മൈനസ് നമുക്ക് കിട്ടും അല്ലേ? അതില് കോഫാക്ടർ കണ്ടുപിടിക്കാൻ റോയും കോളും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ ആണ് കിട്ടുന്നെങ്കിൽ മൈനർ തന്നെയാണെന്ത്? കോഫാക്ടർ കേട്ടോ. റോയും കോളം ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ് കിട്ടുന്നെങ്കിലോ അതിന്റെ ചിഹ്നം മാറ്റാം കേട്ടോ. യെസ്, ആൻഡ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 1/dit A ഇൻറ്റു അഡ്ജ്. 1/dit A ഇൻറ്റു അഡ്ജ്. റെഡി? യെസ്, മെട്രിക്സ് എ തന്നിട്ടുണ്ട്, മെട്രിക്സ് ബി തന്നിട്ടുണ്ട്. a plus kb സിംഗുലാർ ആണ്. സിംഗുലാർ മീൻസ് ഡിറ്റ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ആയിരിക്കും കേട്ടോ. അതായത് ഇവിടെ a plus kb ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a plus kb എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ആയിരിക്കും അല്ലെ മക്കളെ? a അറിയാം, a എത്രയാ? 4 -1 -2 2 അല്ലെ? പ്ലസ് k ഇൻറ്റു ബി. എടാ ബിയിലെ ടേംസ് എല്ലാത്തിനൂടെ k ഇൻറ്റു k 0 2k 0 അല്ലെ? ആഡ് ചെയ്ത് എന്ത് കിട്ടും? യെസ്, 4 + k 0, ഇവിടെ -2 + 2k 0 അല്ലെ?
അപ്പോ ഇതാണ് എ പ്ലസ് കെ ബി അല്ലെ. ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എ പ്ലസ് കെ ബിയുടെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 4 into k. തെറ്റിയോ? 4 plus k, 4 minus 1 minus 2 2. ഇവിടെ എന്തായിരുന്നു? 1 0 1 0 2 0. യെസ്, a is equal to 4 minus 1 minus 2 2. ഓക്കെ, കെ ബി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? കെ ഇൻറ്റു ചെയ്തേ, കെ അല്ലെ 0. ഇവിടെ 2k, ഇവിടെയോ 0. ഓക്കെ, യെസ്, എ പ്ലസ് കെ ബി, എ പ്ലസ് കെ ബി എങ്ങനെ ചെയ്യും? 4 plus k. റെഡി? -1 plus 0 -1 കേട്ടോ, നേരത്തെ നമ്മൾ 0 നേരത്തെ. ശരി, -2 plus 2k, എടാ 2k minus 2. ഓക്കെ, 2 plus 0 എത്രയാ? 2. റെഡി? ഇതാണ് മെട്രിക്സ് എ പ്ലസ് കെ ബി. ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് കെ ബി എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 2 ഇൻറ്റു ചെയ്യുക, ഇത് 2 ഇൻറ്റു ചെയ്യുക, കുറയ്ക്കാം അല്ലെ. 4 plus k into 2 minus -1 into 2k minus 2 അല്ലെ. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 plus 2k എന്ന് കിട്ടും അല്ലെ. മൈനസ് മൈനസ് പ്ലസ് അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2k minus 2. റെഡി? മൈനസ് മൈനസ് പ്ലസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എത്ര കിട്ടും? 2k minus 2. റെഡി? എത്ര കിട്ടി? 8 minus 2 6 plus 2k എത്ര കിട്ടി? 4k. ഈ ഡിറ്റർമിനന്റ് വാല്യൂ സിംഗുലർ ആയതുകൊണ്ട് ആൻസർ 0 കേട്ടോ. 6 plus 4k 0, 6 plus 4k 0. 4k is equal to -6. k is equal to -6/4. കട്ട് ചെയ്താൽ -3/2. -3/2 ഓപ്ഷൻ നമ്പർ ബി. റെഡി? b is equal to -3/2 കേട്ടോ. യെസ്. ലാസ്റ്റ് ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് cos 80 minus cos 10 sin 80 sin 10. എടാ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2/2 മെട്രിക്സ് ആണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇത് 2 ഇൻറ്റു ചെയ്യുക, ഇത് 2 ഇൻറ്റു ചെയ്യുക, ഡിഫറൻസ് കാണാം അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യാം മക്കളെ? cos 80 into sin 10 അല്ലെ, മൈനസ് അടുത്തത് sin 80 into മൈനസ് cos 10. മൈനസ് കൂടി വന്നാൽ ഇത് പ്ലസ് ആയിട്ടാ cos 10. ഓക്കെ, ഈ സ്ട്രക്ചർ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കിയേ, sin x cos y പ്ലസ് cos x sin y. ഇതാരുടെ എക്സ്പാൻഷനാ? sin x plus y ന്റെ എക്സ്പാൻഷനാ അല്ലേ. അതായത് sin ഇവിടെ ഏതാ നമ്പർ? 80 plus 10. 80 plus 10 ചെയ്താൽ sin 90. എന്താ മക്കളെ sin 90യുടെ വാല്യൂ? 1. റെഡി? ഓക്കെ, sin 90യുടെ വാല്യൂ 1. അപ്പോ അത്രയാണ് നമുക്ക് മെട്രിസസ് അല്ല ഡിറ്റർമിനൻസിൽ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അപ്പോ ഇതിൽ നിന്ന് ഷുവറായിട്ട് ചോദിക്കാനുള്ള ചാൻസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം യൂസിങ് മെട്രിക്സ് മെത്തേഡ്. റെഡി? ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഡിറ്റർമിനൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.